ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ നടത്തിവരുന്ന സമരം 100 ദിവസം തികയുന്നു. ആ സമരത്തെ സർക്കാർ അവഗണിക്കുകയാണ്. അവരുടെ കണ്ണീര് കാണാൻ സർക്കാരിന് സമയമില്ല, മനസ്സില്ല. അതുപോലെ നമുക്കറിയാം, കൊട്ടിഘോഷിച്ചതാണ് കേരളത്തിലെ നാഷണൽ ഹൈവേ. അതിനുവേണ്ടി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു, സോഷ്യൽ മീഡിയയിൽ അവകാശവാദങ്ങൾ ഉയർത്തി. മലപ്പുറത്ത് ആ നാഷണൽ ഹൈവേ തകർന്നു വീണ് യാത്രക്കാർക്കും അതുപോലെ വാഹനങ്ങൾക്കും അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അതിന്റെ അവകാശവാദം ഉന്നയിച്ച ആളുകളെല്ലാം അതിന്റെ പിതൃത്വത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി, അല്ലെങ്കിൽ ഉത്തരവാദിത്തം മറ്റുള്ളവരിൽ ഏൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. കാട്ടാനാക്രമത്തിൽ പാലക്കാട് ഉമ്മർ എന്ന തൊഴിലാളിയാണ് ഇന്നലെ മരണപ്പെട്ടതെങ്കിൽ അതും ഇന്ന് വാർത്തയാണ്. അപ്പൊ സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ കേരളത്തിലെ ജനങ്ങളെ നടുക്കുന്ന, വേദനിപ്പിക്കുന്ന, ജനങ്ങളുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും വ്യക്തമാക്കുന്ന സംഭവങ്ങളുടെ ഒരു ചെറിയ വിവരണമാണ് ഞങ്ങളിവിടെ പറഞ്ഞത്. ഈ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സാമ്പത്തിക സ്ഥിതി എന്താണ്? ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു. അത് വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനം പാലിക്കപ്പെടുന്നില്ല. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുന്നില്ല. തൊഴിലാളികള് വലിയ കഷ്ടത്തിലാണ്. അതുപോലെ തന്നെ കൃഷിക്കാർക്ക് അവരുടെ കൃഷി വന്യമൃഗങ്ങൾ നശിപ്പിക്കുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട ചെറുതായിട്ടുള്ള നഷ്ടപരിഹാരം അതുപോലും സമയത്ത് കൊടുക്കുന്നില്ല. പവർ കർഷകരോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ബഡ്ജറ്റിൽ അനുവദിച്ച അവരുടെ പദ്ധതി വിഹിതം ഗണ്യമായിട്ട് വെട്ടിക്കുറച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്ക്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയിരിക്കുന്നു. പൊതുവികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം സർക്കാരിനെ സാരമായിട്ട് ബാധിക്കുന്നു. ഈ സമയത്താണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു ആർഭാടം എന്ന നിലയിൽ കേരള സർക്കാർ ഈ 4ാം വാർഷികം ആഘോഷിക്കുന്നത്. ഈ ആഘോഷം നടക്കുമ്പോൾ ഞങ്ങൾക്ക് ലളിതമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ വർഷങ്ങളിൽ സർക്കാർ നടത്തിയ നവകേരള സദസ്, അതിന് എത്ര പൈസ ചെലവഴിച്ചു? ഖജനാവിൽ നിന്ന് എത്ര പൈസ ചെലവഴിച്ചു? 140 നിയോജക മണ്ഡലങ്ങളിലുമായിട്ട് എത്ര പൈസ പിരിവിലൂടെ സമാഹരിച്ചു? അതിന്റെ സാമ്പത്തിക വരവ് ചെലവ് കണക്ക് എന്താണ്? അത് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ?